ഗായ്സ്, വെൽക്കം ടു സ്റ്റാർട്ടപ്പ് ടെക് ഹബ്. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് KSwift എന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരു സംരംഭകനാണോ? എന്നാൽ നിങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങാനായി എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതിന് സംശയമുണ്ടോ? തീർച്ചയായും ഇത് അതിനൊരു സൊല്യൂഷനാണ്. ഇതിൻ്റെ പേരാണ് KSwift, സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. ഇത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററും കേരള സ്റ്റേറ്റ് സെൻറ്ററും ആയിട്ട് ഉള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അതായത് നിങ്ങൾക്കൊരു സംരംഭം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്മോൾ മീഡിയം മൈക്രോ ബിസിനസ്സിനെ കുറിച്ച് ഉള്ളൊരു ചെറിയ ഡീറ്റെയിൽസും കൂടെ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു കോമ്പിനേഷനാണ് ഇതുമായിട്ടുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. 2019 നവംബർ 20 ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക്, അതായത് മൈക്രോ സ്മോൾ മീഡിയം ബിസിനസ്സുകൾക്ക് രജിസ്ട്രേഷൻ മുൻകൂറായി നിങ്ങൾക്ക് ആവശ്യമില്ല. അപ് ടു 3 years വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ ദിസ് 3 years നിങ്ങൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസുകൾ അതിൻ്റെ പ്രൊസീജിയറിലൂടെ നിങ്ങൾ അതിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള എന്തൊക്കെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണോ വിത്തിൻ 3 yearsനുള്ളിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. ആഫ്റ്റർ 3 years നെക്സ്റ്റ് 6th monthനുള്ളിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അത് എടുത്തിരിക്കണം. ഇനി അടുത്തതായി നമുക്ക് KSwift എന്ന പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. KSwift എന്നാൽ കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ക്ലിയറൻസ്. നിങ്ങൾക്കൊരു ബിസിനസ് ഈസിയായി സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതിനുവേണ്ടി നിങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റിനെയും സമീപിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അത് വ്യത്യസ്തമാകുന്നത് നിങ്ങൾ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ഫോം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ലൈസൻസിനുള്ള അപ്രൂവൽ വേണ്ടത്, അതെല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കത് ലഭിക്കും. ഇതൊരു യൂണിഫൈഡ് ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമാണ്. ഒരു സംരംഭകന് ആ ഒരു ബിസിനസ് ഈസിയായി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു തടസ്സവും ഇല്ലാതെ തന്നെ എല്ലാ ക്ലിയറൻസും കിട്ടാൻ പല അതോറിറ്റീസിൻ്റെ ആ ഒരു അപ്രൂവൽസ് ഈ ഒരു സിംഗിൾ വിൻഡോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ വിത്തിൻ 30 days ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾക്കതിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് അഥവാ എന്തെങ്കിലും വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വിത്തിൻ 15 days അതിൻ്റെ വെരിഫിക്കേഷൻ എല്ലാം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചെയ്ത് വിത്തിൻ 30 days നിങ്ങൾക്ക് ആ ഈ സർട്ടിഫിക്കറ്റ് ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അവൈലബിളായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കൂ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. എ സിംഗിൾ പോയിൻ്റ് കോൺടാക്ട് ഫോർ എൻ്റർപ്രണേഴ്സ് അക്രോസ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒറ്റ കോൺടാക്റ്റിലൂടെ നിങ്ങൾ ബാക്കി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രൂവൽസ് വേണ്ടത് ആ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുകയാണ്. അതുപോലെ തന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോം, ഒറ്റൊരു ആപ്ലിക്കേഷൻ ഫോം മാത്രം മതി. അടുത്തത് എലിമിനേറ്റിംഗ് മൾട്ടിപ്പിൾ പോയിൻ്റ് ഓഫ് കോൺടാക്ട്സ്. അതും നിങ്ങൾക്ക് പലവരെ ഒരു ആവശ്യത്തിന് വേണ്ടി പല ആൾക്കാരുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒറ്റ ഒരു കോൺടാക്റ്റിലൂടെ നമുക്കത് ലഭ്യമാകും. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ഫീസ് കാൽക്കുലേഷൻ ബൈ ദ സിസ്റ്റം എഗനിസ്റ്റ് ഈച്ച് സർവീസ്. നിങ്ങൾക്ക് ഏതൊക്കെ രജിസ്ട്രേഷൻ മാത്രമാണ് ആവശ്യമുള്ളത് അതിനു വേണ്ടിയുള്ള ഫീസ് ഓട്ടോമേറ്റഡായിട്ട് അത് വെബ്സൈറ്റിൽ ജനറേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലൂടെ നിങ്ങൾക്കത് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഒരു റിയൽ ടൈം നോട്ടിഫിക്കേഷൻസ് കാണും.
അലേർട്സ്, ഇമെയിൽസ്, SMS, ഡാഷ്ബോർഡ്സ്, ഓൺലൈൻ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈൻ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. ഗ്രാൻഡ് ഓഫ് ക്ലിയറൻസ് ഇൻ പാരലൽ, അപ്രൂവൽ വിത്തിൻ ദ ഫിക്സഡ് ടൈം ലിമിറ്റ് അറൗണ്ട് 30 days. 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്കൊരു ഫിക്സഡ് ടൈം ലിമിറ്റിലൂടെ നിങ്ങൾക്ക് അപ്രൂവൽസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഡിജിറ്റൽ അപ്രൂവൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലൂടെ ഡൗൺലോഡ് ചെയ്യാം. എ ഡിജിറ്റൽ കമ്പൗണ്ട് സൈറ്റ് ലൈസൻസ് ബിൻഡിങ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ എന്തുമാത്രം മൾട്ടിപ്പിൾ കോൺടാക്ട്സ് ആണ് ഇവിടെ കുറഞ്ഞ് കിട്ടുന്നത്. നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് സേവ് ആവും. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് ഓട്ടോ ജനറേറ്റ് ആയിട്ട് അതിൻ്റേതായ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിലേക്ക് അപ്രൂവൽ നമുക്ക് ട്രാക്കിങ്ങിലൂടെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസും അറിയാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു മെത്തേഡ്. നല്ലൊരു സർവീസാണ്. തീർച്ചയായും എല്ലാ സംരംഭകർക്കും ഇത് ഒരു വലിയ ആശ്വാസമായിരിക്കും. അടുത്തതായി നമുക്ക് നോക്കാം മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ച്. മൈക്രോ സ്മാൾ മീഡിയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണിത്. ഇതിനകത്ത് പല ക്ലോസുകളുണ്ട്. ആ ക്ലോസുകൾ നമ്മൾ എഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ജനറേഷൻ, അതായത് ഒരു ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കും. 10 crore വരെയുള്ള ബിസിനസ്സുകൾക്ക് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ബട്ട് റെഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതിന് ഇത് ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ വളരെയധികം ക്ലിയർ ആയിരിക്കണം. 10 crore വരെയുള്ള ബിസിനസ്സുകൾക്ക്, റെഡ് കാറ്റഗറി ഇൻക്ലൂഡഡ് അല്ലാത്ത ബിസിനസ്സുകൾ, ഓക്കെ, അതിൽ നമുക്ക് ഒരു മുൻകൂർ ലൈസൻസ് ഇല്ലാതെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഒരു 3 ഇയറിനുള്ളിൽ നമ്മൾ ആ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. അതാണ് ഒരു 3 year എക്സ്റ്റെൻഡഡ് ഒരു ഡ്യൂറേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത് ഒരു സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എ വെരി ട്രാൻസ്പെറൻറ്റ് ചെക്ക് ലിസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, പിന്നെ സിങ്ക്രണൈസ്ഡ് ഇൻസ്പെക്ഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സിസ്റ്റം ഫോർ എ റിസ്ക് ബേസ്ഡ് ഇൻസ്പെക്ഷൻസ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ചില പോയിൻറ്റ്സുകൾ. അടുത്തതായി ഇതൊക്കെയാണ് ഈ പോയിൻറ്റ്സുകളാണ് ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസൊക്കെ. രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ, വർക്ക് ഫ്ലോ, പേയ്മെൻറ്റ്, പിന്നെ ട്രാക്ക് ആപ്ലിക്കേഷൻസ്, ഇമെയിൽ, SMS. ഇവിടെ നമുക്ക് നോക്കാം ഇത് എത്രയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. 14 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഏജൻസീസ്, 35 സർവീസസ്, 2 പേയ്മെൻറ്റ് ഗേറ്റ്വേസ്. ഇതിൻ്റെ നമുക്ക് സിംഗിളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ, ലൈക്ക് ഇലക്ട്രിക്കൽ, പൊല്യൂഷൻ, ഫാക്ടറീസ്, ലേബർ, മൈനിങ്, ഫയർ ആൻഡ് റെസ്ക്യൂ, സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസംബ്ലി, KSB, വാട്ടർ അതോറിറ്റി, പിന്നെ അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്, അർബൻ, റൂറൽ, ഫോറസ്റ്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് അതിൻ്റെ സർവീസ് മാപ്പിംഗ് ആണ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സർവീസസ്. അതിൻ്റെ എന്തൊക്കെ പോയിൻറ്റ്സാണ് അതിനകത്ത് വരുന്നതെന്നുള്ളതാണ്. വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഫ്ലോയാണ്. 1 by 1 സ്റ്റെപ്പ് അതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു വെരി മച്ച്.